സ്റ്റേ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുകയാണ് സ്നേഹയും അവന്തികയും. എന്നാൽ അവരെ ഫോളോ ചെയ്ത് അർച്ചനയുടെ ഒരാളുണ്ടായിരുന്നു. അവർ എല്ലാ കാര്യങ്ങളും അർച്ചനയോട് വിളിച്ചു പറയുന്നു. ഓക്കെ, ഞാൻ നോക്കിക്കോളാമെന്ന് അർച്ചന അയാളോട് പറഞ്ഞു. എന്നിട്ട് ഫോൺ വെച്ചു. സേതു അവിടേക്ക് വന്ന് അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, അവന്തികയോടൊപ്പം സ്നേഹ എങ്ങോട്ടാണ് പോയതെന്ന്. എന്താ മോളോട് വല്ലതും പറഞ്ഞോ എന്ന്. അർച്ചന ഒന്നും മിണ്ടുന്നില്ല. എന്താ മോളെ നീ ഒന്നും പറയാത്തത് എന്ന് സേതു ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അച്ഛാ, ഇപ്പോൾ എന്നെ വിളിച്ചത് നമ്മുടെ കമ്പനിയിലെ ഒരു സ്റ്റാഫാണ്. എന്താ, കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സേതു ചോദിക്കുന്നു. കമ്പനിയിലല്ല, അവന്തികേട്ടത്തെയും സ്നേഹയും കൂടി പോയത് അഡ്വക്കേറ്റ് വെങ്കടേഷിനോട് സംസാരിക്കാനാണ്. അവർ രണ്ടുപേരും പുറത്തേക്ക് പോകുമ്പോഴെല്ലാം ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് സ്നേഹയോട് ചോദിച്ചതാണ്. എന്നിട്ട് സ്നേഹ നിന്നോടൊന്നും പറഞ്ഞില്ലേ എന്ന് സേതു ചോദിക്കുന്നു. എങ്ങോട്ടാ പോകുന്നത് എന്ന് പിന്നാലെ അറിയുമെന്ന് മാത്രമേ അവർ പറഞ്ഞുള്ളൂ. എന്തോ ഒരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട്. അതിനെല്ലാം അവളെ ഉപദേശിച്ച് കൂടെ കൊണ്ടു നടക്കുന്നത് ഏട്ടത്തിയാണ് എന്ന് അർച്ചന പറയുമ്പോൾ സേതു ചോദിക്കുന്നു, അതെന്തിനായിരിക്കുമെന്ന് മോൾക്ക് വല്ല ഊഹവുമുണ്ടോ എന്ന്. എനിക്ക് അതിനെപ്പറ്റി നല്ല വ്യക്തതയില്ല. പക്ഷേ വക്കീലിനെ കണ്ടത് അത്ര നല്ല ഉദ്ദേശത്തോടെ അല്ല എന്ന് അർച്ചന പറഞ്ഞു. അവരുടെ ഉദ്ദേശം എന്തായാലും ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ അത് നടക്കാൻ പോകുന്നില്ല. ഞാൻ തീരുമാനിച്ചത് നടപ്പിലാക്കാൻ എനിക്കറിയാം എന്ന് സേതു. ശേഷം കാണിക്കുന്നത് അർച്ചന ഇപ്പോൾ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സച്ചിയാണെങ്കിൽ ഓഫീസിൽ പോകാൻ റെഡിയാകുന്നു. അതിനിടയിൽ സച്ചിയുടെ ഷർട്ട് എടുത്ത് കൊടുക്കാൻ പോയതായിരുന്നു അർച്ചന. ആ സമയത്ത് കുഞ്ഞ് കമിഴ്ന്ന് വീഴുന്നു. ആദ്യമായിട്ടാണ് ആ ഒരു സംഭവം. അർച്ചന വലിയ സന്തോഷത്തിൽ ഇപ്പോൾ കുഞ്ഞിനെ എടുക്കുന്നുണ്ട്. എന്റെ മോള് കമിഴ്ന്ന് വീഴാൻ തുടങ്ങിയല്ലേ, ഇനി വേണം മുട്ടിലിഴയാനും നടക്കാനും ഒക്കെ എന്ന് സച്ചി പറഞ്ഞു. സന്ദീപിന്റെ മോളും ഈ മോളും ഒരേ ദിവസം ജനിച്ചതല്ലേ, അവൾ ഇതുവരെ കമിഴ്ന്ന് വീണിട്ടില്ലല്ലോ എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അവൾ താമസിയാതെ ഇങ്ങനെയൊക്കെ ആകും. സച്ചിയേട്ടനോട് ഞാനൊരു കാര്യം പറയട്ടെ, മാളുമോളെയും മാലുമോളെയും ഒരിക്കലും താരതമ്യം ചെയ്യരുത്. അത് സന്ദീപും ആതിരയും കേട്ടാൽ അവർക്കത് വിഷമമാവുമെന്നും അർച്ചന പറയുന്നു. ഞാൻ മറ്റൊരു രീതിയിൽ പറഞ്ഞതല്ല, എങ്കിലും അത് പറഞ്ഞത് വിഷമമായെങ്കിൽ സോറി എന്നും സച്ചി പറയുന്നു. തുടർന്ന് അർച്ചന കുഞ്ഞിനെ കുളിപ്പിക്കാനായി കൊണ്ടുവരികയാണ്. കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് സോപ്പെടുക്കാൻ പോവുകയാണ് അർച്ചന. അനഘയെ വിളിച്ചിട്ട് കേൾക്കാത്തത് കൊണ്ട് അർച്ചന തന്നെ സോപ്പെടുക്കാനായി പോകുന്നു. ഇതേ സമയം അവന്തിക കുഞ്ഞിനരികിലേക്ക് വരുന്നുണ്ട്. അവിടെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് കുഞ്ഞിനെ എടുക്കുകയാണ് അവന്തിക. കുഞ്ഞിനെ എടുത്ത് ആ ടീപ്പോയുടെ മുകളിലേക്ക് കൊണ്ടു കിടത്തുന്നുണ്ട്. എന്നിട്ട് ബക്കറ്റും വെള്ളവും കുഞ്ഞു വീണാൽ അതിൽ വീഴുന്ന തരത്തിൽ അവിടെ താഴെ കൊണ്ടുവയ്ക്കുകയാണ് അവന്തിക. മോൾ കമിഴ്ന്ന് ഈ വെള്ളത്തിൽ തന്നെ വീഴണേ എന്ന് അവന്തിക കുഞ്ഞിനോട് ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ആ സമയത്താണ് അർച്ചന അവിടെ വരുന്നത്. അർച്ചന ആ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. മോളെ എന്ന് പറഞ്ഞ് അർച്ചന പെട്ടെന്ന് അവിടെ നിന്നും കുഞ്ഞിനെ എടുത്തു. ശേഷം കാണിക്കുന്നത് രാത്രിയിൽ കുഞ്ഞിനെ ഉറക്കുകയാണ് അർച്ചന. അനഘ അവിടേക്ക് വന്നു. അനഘയോട് കാര്യങ്ങൾ പറയുകയാണ് അർച്ചന. കുഞ്ഞ് ഒരുപാട് പേടിച്ചു പോയെന്നും കുറച്ചുകൂടി താമസിച്ചിരുന്നെങ്കിൽ കുഞ്ഞ് ബക്കറ്റിൽ വീണേനെ എന്ന് അർച്ചന പറയുന്നു. കുഞ്ഞിനെ ഏട്ടത്തി ദൂരെ മാറ്റിയല്ലേ കിടത്തിയത്, പിന്നെ എങ്ങനെ അവിടെ വന്നത് എന്ന് അനഘ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു, അതാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്ന്. അർച്ചനേട്ടത്തി, ഇത് മനഃപൂർവ്വം കുഞ്ഞിനെ മാറ്റിക്കിടത്തിയത് തന്നെയാണ് എന്ന് അനഘ. ആര് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അനഘ പറയുന്നു, കുഞ്ഞിനെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഇഷ്ടമല്ലാത്ത ആളുകൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അർച്ചനേട്ടത്തി അങ്ങോട്ട് പോകുന്ന സമയം കുഞ്ഞ് കിടക്കുന്നിടത്തേക്ക് ചേച്ചി പോകുന്നത് ഞാൻ കണ്ടിരുന്നു. വെള്ളത്തിൽ വീഴാൻ തക്കവണ്ണം കുഞ്ഞിനെ മാറ്റിക്കിടത്തിയത് ചേച്ചിയാണോ എന്ന് അനഘ ചോദിക്കുന്നു. ഇത് കേട്ട് അർച്ചന ടെൻഷൻ ആകുന്നു. എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ടെന്ന് അനഘ പറയുന്നു. നീ മോളെ എന്ന് പിടിച്ചേ എന്ന് പറഞ്ഞ് അനഘയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കുകയാണ്. എന്ത് ചെയ്താലും ഞാൻ ക്ഷമിക്കും, പക്ഷേ എന്റെ കുഞ്ഞിനെ ദ്രോഹിച്ചാൽ അത് ഞാൻ ക്ഷമിക്കില്ല. സത്യം എനിക്ക് അറിയണം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവന്തികയുടെ അടുത്തേക്ക് പോവുകയാണ് അർച്ചന. അവന്തികയുടെ മുറിയിൽ വന്ന് വാതിൽ കുറ്റിയിട്ടിരിക്കുകയാണ് അർച്ചന. അർച്ചന നല്ല ദേഷ്യത്തിൽ തന്നെയാണ്. നീ എന്തിനാ വാതിലടച്ചത് എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ അർച്ചന പറയുന്നു, ഞാൻ ഈ വീട്ടിൽ വന്ന നാൾ മുതൽ നിങ്ങൾക്ക് എന്നെ ദ്രോഹിക്കാൻ തുടങ്ങിയതാണ്. എല്ലാം ഞാൻ കണ്ടില്ല എന്ന് നടിച്ചു. പലതും ഞാൻ അവഗണിച്ചു. നന്ദേട്ടന്റെ ഭാര്യ എന്ന പരിഗണനയിൽ ഞാൻ പലതും വിട്ടിട്ടുണ്ട്. പക്ഷേ എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല എന്ന് പറയുന്നു. നിന്റെ കുഞ്ഞോ, അതിന് നീ എപ്പോഴാണ് പ്രസവിച്ചത് എന്ന് അവന്തിക ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു, പ്രസവിച്ചാൽ മാത്രമേ അമ്മയാകൂ എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? സാധാരണ നാട്ടിൽ അങ്ങനെയാണ്. കല്യാണം കഴിയും, ഗർഭിണിയാകും, പ്രസവിക്കും, അമ്മയാകും. എന്റെ അറിവിൽ നീ ഇതുവരെ പ്രസവിച്ചിട്ടില്ല. ഈ ജന്മം നിനക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് ആർക്കാണ് അറിയാത്തത്? നിന്നെ പരിശോധിച്ച ഡോക്ടർ തന്നെ റിസൾട്ട്സ് എല്ലാം തന്നിട്ടുണ്ട്. അത് വീട്ടിലെ എല്ലാവരും കണ്ടതാണ്. പിന്നെ എങ്ങനെ നീ അമ്മയാകും എന്ന് അവന്തിക ചോദിക്കുന്നു. നിർത്ത്. 10 മാസം വയറ്റിൽ ചുമന്നാൽ മാത്രം അമ്മയാകുമെന്നില്ല. അതിനെ താരാട്ടുപാടി ഉറക്കണം, നോക്കണം. സ്വന്തം കുഞ്ഞിന്റെ കൈ വളർന്നോ കാൽ വളർന്നോ എന്ന് നോക്കി ഓരോ നിമിഷവും ജീവിക്കുന്നവരാണ് അമ്മമാര്.
അല്ലാതെ ജന്മം കൊടുത്തത് കൊണ്ട് മാത്രം അമ്മയാകണമെന്നില്ല. ആർക്കും അമ്മയാകാൻ പറ്റും. എന്നെ ഇത്രയും കുറ്റപ്പെടുത്തുന്ന നിങ്ങൾക്ക് ഇതുവരെ ഒരു അമ്മയാകാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് അർച്ചന ചോദിക്കുന്നു. അതിൽ അവന്തിക പെട്ടു. നിങ്ങൾ എന്താ കുഞ്ഞിനെ ഇതുവരെ പ്രസവിക്കാതിരുന്നതെന്നും അതിന്റെ പേരിൽ ഇന്ന് വരെ ഈ വീട്ടിൽ ആരെങ്കിലും ഒരു വാക്കുകൊണ്ട് പോലും നിങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിന്റെ പേരിലാണ് നിങ്ങൾ എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നതെന്ന് അർച്ചന ചോദിച്ചു. ഇത് നല്ല കഥയായി. നിന്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചുവെന്നോ? ആരാണ് ഈ കള്ളം പറഞ്ഞു തന്നത്? ഒരു പൊടിക്കുഞ്ഞിനെ ദ്രോഹിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാ എന്ന് അവന്തിക. കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട. എന്റെ കുഞ്ഞിനെ വെള്ളത്തിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചത് നിങ്ങളല്ലേ? കുഞ്ഞിന്റെ അരികിൽ നിങ്ങൾ നിൽക്കുന്നത് കണ്ടവരുണ്ടെന്ന് അർച്ചന. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഞാൻ കുഞ്ഞിനെ വെള്ളത്തിലിട്ട് കൊല്ലാൻ ശ്രമിച്ചെന്നോ? പിന്നെ നീ വളർത്തുന്ന കുഞ്ഞല്ലേ, ഏത് വെള്ളത്തിലിട്ടാലും അത് കരക്കെത്തും. അല്ലാതെ അത്ര പെട്ടെന്നൊന്നും ചാകാൻ പോകുന്നില്ല. ഒരു കാര്യം നീ ഓർത്തോ, ആ കുഞ്ഞ് ഒരുപാട് കാലം ദീർഘായുസോടെ ഈ വീട്ടിൽ ജീവിക്കുമെന്ന് നീ കരുതണ്ട. അധിക നാൾ അത് നിന്റെ കയ്യിൽ ഉണ്ടാകില്ല എന്ന് അവന്തിക പറയുമ്പോൾ അർച്ചന അവന്തികയുടെ കർണത്തടിക്കാൻ തുടങ്ങുന്നു. എന്നാൽ ആ കൈ തടയുകയാണ് അവന്തിക. നീ എന്ത് കരുതി? എവിടുന്നോ ഒരു ദരിദ്രവാസിയുടെ കുഞ്ഞിനെ കൊണ്ട് വളർത്തിയിട്ട് ഷോ കാണിക്കാമെന്നോ? ഈ വീട്ടിൽ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട സ്വത്തുക്കൾ ആ കുഞ്ഞിന്റെ പേരിൽ എഴുതി വെക്കാനോ? അത് നടക്കില്ല. ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതിന് സമ്മതിക്കില്ല. നെല്ലിശ്ശേരിയിലെ കുഞ്ഞായിട്ട് അത് വളരാനും ഞാൻ സമ്മതിക്കില്ല എന്ന് അവന്തിക പറയുമ്പോൾ തന്നെ അവന്തികയുടെ തോളിൽ കിടക്കുന്ന ടവൽ എടുത്ത് ചുരുട്ടി അവന്തികയുടെ കഴുത്തിലിട്ട് മുറുക്കുകയാണ് അർച്ചന. അവന്തിക വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് നിങ്ങൾ തന്നെയാണെന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക ദേഷ്യത്തോടെ പറയുന്നു. ആണെങ്കിൽ നീ കൊണ്ട് കേസ് കൊടുക്ക്. മര്യാദയ്ക്ക് എന്നെ വിടാനാ പറഞ്ഞത്. നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാനൊന്നും ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകില്ല. അല്ലാതെ തന്നെ നിങ്ങളെ നിലക്കി നിർത്താൻ എനിക്കറിയാമെന്ന് അർച്ചന. എന്നിട്ട് ബെഡിലേക്ക് പിടിച്ച് അവന്തികയെ തള്ളിയിടുകയാണ് അർച്ചന. ഇനി മേലിൽ എന്റെ കുഞ്ഞിന്റെ ഏഴയലത്ത് വന്നാൽ ജീവനോടെ നിങ്ങളെ ഞാൻ ഈ മുറിയിൽ കെട്ടിത്തൂക്കും. ഇത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ അർച്ചന വാതിൽ തുറക്കുമ്പോൾ പുറത്ത് കുഞ്ഞിനെയും കൊണ്ട് അനഘ നിൽക്കുന്നുണ്ട്. കുഞ്ഞിനെ എടുത്ത് അർച്ചന അവിടെ നിന്നും പോകുമ്പോൾ അനഘ അവന്തികയെ നോക്കുന്നുണ്ട്. എന്നിട്ട് അനഘയും പോകുന്നു. ഇവള് തന്നെയായിരിക്കും അർച്ചനയോട് എല്ലാം പറഞ്ഞു കൊടുത്തത്. മറ്റേത് കുഞ്ഞിനെ നീ കൊണ്ട് വളർത്തിയാലും ഈ കുഞ്ഞിനെ നിന്റെ കുഞ്ഞായി വളർത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അവന്തിക മനസ്സിൽ പറയുന്നുണ്ട്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ വിധി ഞാൻ തീരുമാനിച്ചതാണ്. അത് ഞാൻ നടത്തും. ഇനി ഞാൻ നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നും അവന്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കുന്നു. വക്കീലിനെ വീണ്ടും സേതു വീട്ടിലേക്ക് വിളിച്ചിരിക്കുകയാണ്. എന്തായി വക്കീലെ, ഞാൻ പറഞ്ഞതുപോലെ എല്ലാം തയ്യാറാക്കിയോ? ഇനി വേഗം തന്നെ അത് പ്രൊസീഡ് ചെയ്യാമല്ലോ എന്ന് സേതു ചോദിക്കുമ്പോൾ വക്കീൽ പറയുന്നുണ്ട്. അതിനൊരു തടസ്സമുണ്ട്. കുഞ്ഞുങ്ങളുടെ പേരിൽ സ്വത്തുക്കൾ എഴുതാൻ കഴിയില്ലെന്നും അത് തനിക്ക് കൂടി അവകാശപ്പെട്ടതാണെന്നും പറഞ്ഞ് സാറിന്റെ മകൾ കൊടുത്ത കേസിൽ സ്നേഹയുടെ വക്കീൽ കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയിട്ടുണ്ട്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സേതു. നമുക്കിനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇത് പിൻവലിച്ചില്ലെങ്കിൽ കേസ് വർഷങ്ങളോളം നീണ്ടുപോകും. മകളെ എല്ലാം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയാൽ വളരെ ഉപകാരമായിരുന്നു എന്നും വക്കീൽ പറയുന്നു. സ്നേഹയെ അവിടേക്ക് വിളിക്കുകയാണ് സേതു. അർച്ചനയും ആതിരയും അനഘയും അവിടേക്ക് വരുന്നുണ്ട്. സ്നേഹയും അവിടേക്ക് വരുന്നു. ഈ വക്കീൽ പറഞ്ഞത് ശരിയാണോ എന്ന് സേതു സ്നേഹയോട് ചോദിക്കുന്നുണ്ട്. വക്കീൽ എന്താ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. കുഞ്ഞുങ്ങളുടെ പേരിൽ സ്വത്ത് എഴുതി കൊടുക്കുന്നതിനെ പറ്റി ഞാൻ കോടതിയിൽ സ്റ്റേ വാങ്ങിയതാണെങ്കിൽ വക്കീൽ അച്ഛനോട് പറഞ്ഞത് ശരിയാണെന്ന് പറയുന്നു. ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ ആ തീരുമാനം നടക്കില്ലെന്ന്. അത് മുന്നോട്ട് പോയാൽ വേണ്ടത് ചെയ്യുമെന്ന് പറഞ്ഞതല്ലേ എന്ന് സ്നേഹ പറയുന്നു. അവന്തികയും അവിടെ നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്. അച്ഛൻ തീരുമാനിക്കുക, പക്ഷെ അത് മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്ന തീരുമാനം ആകരുത് എന്നേ ഉള്ളൂ എന്ന് സ്നേഹ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്. സ്നേഹേ, നീ എന്തൊക്കെയാണ് അച്ഛനോട് പറയുന്നതെന്ന്? നല്ല ബോധ്യമുള്ള കാര്യമാണ് ഞാൻ അച്ഛനോട് പറയുന്നത്. ഞാൻ അച്ഛനോട് സ്വത്ത് എഴുതി വെക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് പൊള്ളുന്നത് എന്തിനാണ്? അത് കിട്ടില്ല എന്ന് അറിയുമ്പോൾ സമനില തെറ്റുന്നുണ്ടോ എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു. എന്റെ സമനിലയ്ക്ക് ഒരു കുഴപ്പവുമില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞതാ എന്റെ മോൾക്ക് ഒന്നും വേണ്ടെന്ന്. കണ്ടോ അച്ഛാ, ഞാൻ പറഞ്ഞതല്ലേ ഒന്നും വേണ്ടെന്ന്. ഇപ്പോൾ സ്നേഹ പറയുന്നത് കേട്ടോ എന്ന് അർച്ചന പറയുന്നു. സ്നേഹേ, അർച്ചനയോ ആതിരയോ എന്നോടൊന്നും പറഞ്ഞിട്ടല്ല ഞാൻ ഇത് ചെയ്യുന്നത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിനക്കുണ്ടെങ്കിൽ അത് മാറ്റണം. എന്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഓരോന്നും ചെയ്യുന്നത്. അത് അതുപോലെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് എന്ന് സേതു പറയുമ്പോൾ സ്നേഹ പറയുന്നു. അങ്ങനെ നിർബന്ധം പിടിക്കുന്നതാണ് അച്ഛാ കുഴപ്പം. അച്ഛന് ഇഷ്ടമുള്ളത് ചെയ്യുന്നത് ഇനി അങ്ങോട്ട് നടക്കുന്ന കാര്യമല്ല. ഈ നാട്ടിൽ കോടതിയും നിയമവും ഒക്കെയുണ്ട്. അച്ഛന്റെ ഇഷ്ടം ഞാൻ തള്ളി പറഞ്ഞതല്ല. അച്ഛൻ ഇതുപോലെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ കേസുമായി മുന്നോട്ട് പോകാനാണ് എന്റെ തീരുമാനം. ഇതെല്ലാം കേട്ട് സന്തോഷത്തോടെ